അപ്പൊ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലേ, അപ്പൊ പിള്ളേരെല്ലാം ഫുൾ ടൈം ഫോണിലൊക്കെയാണ്. ഇവിടെയുള്ള പിള്ളേരും അങ്ങനെ തന്നെ. അപ്പൊ നമുക്ക് പോയിട്ട് പിള്ളേരെ ഒന്ന് ഇടങ്ങാറാക്കിച്ച് വരാം. നല്ല സുഖമുണ്ടല്ലേ ഫോണിൽ കളിക്കേ? ഉണ്ടല്ലേ? എന്നാ അത്ര സുഖം വേണ്ട. അവിടെ എടുത്തു വെച്ച ഫോൺ എല്ലാരും എടുത്തു ഫോണോ അത്രക്ക് കളിച്ചാൽ ഒരു ദിവസം. നിങ്ങളെന്ന് പ്രാർത്ഥന നമ്മളൊന്നും ഫോണിൽ കളിച്ചിട്ടില്ല, അറിയോ? അതിന് ചേച്ചിന്റെ കാലത്ത് ഫോണില്ലാത്തോണ്ടല്ലേ? ഫോൺ ഇല്ലെങ്കിൽ നമ്മളൊന്നും കളിക്കൊന്നുമില്ല. കളിക്കലും ഓ പിന്നെ നിങ്ങൾ ഫുൾ ടൈം എനിക്ക് ഫോൺ അടിക്കാനില്ല. ചുറ്റുള്ള എത്ര ആൾക്കാരുണ്ട്, എല്ലാവരോടും വർത്താനം പറഞ്ഞിരിക്കണം. നമ്മള് കളിക്കാനും പോക്കില്ലേ? ഫോണ് ഇല്ലാത്തോണ്ടല്ലേ നിങ്ങൾ പുറത്തു പോന്നെ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ? ഫോൺ വിളിച്ചോടെ ഇരിക്കൂലേ? അല്ലേ ചെയ്യാ? അങ്ങനെ ചെയ്യാൻ പാടില്ല. കുറച്ച് സമയം എല്ലാവരോട് സംസാരിച്ചിരിക്കണം. പണ്ട് നമ്മൾ എന്നാ അച്ഛൻ രാത്രി വർത്താനം പറയും. എന്നാ വർത്താനം പറയല്? പണ്ടത്തെ കാലല്ലേ വർത്താനം പറയല്? ഏച്ചിന്റെ ചെറുപ്പകാലത്തിനെ പറ്റി സംസാരിക്കും. അങ്ങനെയല്ലേ സംസാരിക്കില്ലേ? അങ്ങനെയൊക്കെ സംസാരിക്കുന്നതാണ്. വെക്കേഷൻ വെച്ചിട്ട് ഫുൾ ടൈം ഫോണൊന്നും ഇരുന്ന് കളിക്കാൻ പാടില്ല. കളിക്കുന്നവർക്ക് കുഴപ്പമില്ല, കുറച്ച് സമയമൊക്കെ കളിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ നല്ല പിള്ളേരായിട്ട് കുഴപ്പമില്ല. വെക്കെന്ന് പറയുന്നോണ്ട് ഫോണ് വെച്ചോ മതി കളിക്കണ്ടെന്നെല്ലാം പറയുന്നു അനുസരിക്കുന്നോണ്ട് കുഴപ്പമില്ല. അയ്യോ അയ്യോ. എന്നിട്ട് ഇനി വെക്കേഷൻ പരിപാടിയല്ല എന്നാ? കളിക്കാൻ പോണോ അല്ലെങ്കിൽ പഠിക്കാൻ പോണ അല്ലേ? വെക്കേഷനാ? എന്റെ കാലത്ത് ഞാൻ വെക്കേഷൻ ചെയ്തെന്ന് വെച്ചാൽ എവിടെയെങ്കിലും നിൽക്കാൻ പോകും. നിങ്ങളെ പോലെ തന്നെ ഇങ്ങനെ അപ്പന്റെ വീട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും നിൽക്കാൻ പോകും. എന്നിട്ട് അവിടെ ഞങ്ങൾക്ക് ആ സമയത്ത് ഫോണൊന്നും ഇല്ലല്ലോ. നമ്മൾ അന്നേരം എന്ത് ചെയ്യും? പിന്നെ ടീച്ചറും കുട്ടികളും കളിക്കും. അല്ലെങ്കിൽ പിന്നെ ചേട്ടയിൽ ഇങ്ങനെ മണ്ണെല്ലാം കുഴച്ച് ആ പരിപാടിയില്ലേ? അല്ലെങ്കിൽ പിന്നെ പണ്ട് പരിപാടി ഉണ്ട് എന്ന് വെച്ചാൽ സാരിയെല്ലാം ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മളൊരു വീഡിയോ പോലെ ആക്കും. എന്നിട്ട് എന്നാ വേണ്ടേ എനിക്ക് പൈസക്ക് ഓരോന്നും വലിയ ആ സമയത്ത് ചപ്പുണ്ട് ഒരു വലിയ ആ ചപ്പ് ഏട്ടാ നമ്മൾ പണ്ട് ആ ചപ്പ് ചക്കേന്റെ ചപ്പ് അല്ലെ? മാവിന്റെ എന്തോ ചപ്പില്ലേ നീളത്തിലുള്ള ആ ചപ്പിന് പൈസക്ക് ആ പൈസ എന്നിട്ട് കൊടുക്കണ്ടേ എന്തെങ്കിലും? പൈസ എന്നിട്ട് അതേ ഉള്ളൂ. ഇപ്പൊ കുഞ്ഞു കുഞ്ഞു കല്ലില്ലേ, അത് ചില്ലറ. മനസ്സിലായോ? അങ്ങനെ പീടികയിലാക്കി സെറ്റപ്പ് ആക്കിയിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒളിച്ചു പൊട്ടി നിൽക്കും മെയിനായിട്ട്. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ മാങ്ങയെല്ലാം പോയിട്ട് കല്ലെറിഞ്ഞ് മാങ്ങ പറിക്കും. എന്നിട്ട് മാങ്ങ കൊണ്ടിട്ട് ഉപ്പും മുളകെല്ലാം ഇട്ടിട്ട് തിന്നും. പിന്നെ അണ്ടിയും മാങ്ങയുണ്ടല്ലോ, അണ്ടിമാക്ക് അല്ല വൃത്തിക്കം ആ സംഭവം. അപ്പൊ അത് കശുമാങ്ങ. അപ്പൊ അതില്ലേ, അതെല്ലാം ആ സമയത്ത് നമുക്ക് ഈ അതിന് അണ്ടി എന്നുവെച്ചാൽ ഇത് കിട്ടുന്ന കശുവണ്ടി. അപ്പൊ കശുവണ്ടി ഇല്ലേ, ഈ കശുവണ്ടി എല്ലാവർക്കും പോയി പെറുക്കും. എന്റെ അമ്മേന്റെ വീട്ടിൽ ഫുള്ള് കശുവണ്ടിയാണ്. അപ്പൊ ആടുത്തെ കശുവണ്ടി ഇങ്ങനെ പെറുക്കാൻ പോകും. കശുവണ്ടി എല്ലാം ഒരു പീടിയെ കൊടുത്തേ നമുക്കൊരു പൈസ കിട്ടും. അപ്പൊ ആ പൈസ ഇത്തിരി ചെറിയ പൈസ അനുസരിച്ച് നമുക്ക് വരും. എനിക്ക് ആ സമയത്ത് നമ്മൾ കമ്മല് വാങ്ങി. പെൺകുട്ടികളാണല്ലോ, ഇപ്പൊ നമ്മള് കമ്മലാണല്ലോ എടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ചിപ്പെല്ലാം വാങ്ങിച്ചു പിടിക്കും. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആ ഒരു വെക്കേഷൻ കാലത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും ആയിട്ട് കശുമാങ്ങ വറുക്കലും മാങ്ങ വറുക്കലും അങ്ങനത്തതും ഇങ്ങനെ പറഞ്ഞല്ലോ ടീച്ചറും കുട്ടികളും അങ്ങനത്തെ കളിയെല്ലാം കളിച്ചാൽ അങ്ങനെ സമയം കിട്ടും. വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ടി വി വെക്കും. ടി വി വെച്ചൊരു ടൈം ലിമിറ്റ് ഉണ്ട്. പണ്ടേ ഇത്ര സമയത്തേ വെച്ച് വരും. അങ്ങനെ കുറെ സമയം ടി വി കാണാൻ സമയക്കില്ല. എങ്ങനെയായാലും കുറച്ച് സമയം ടി വി കാണാൻ സമയക്കുള്ളൂ. ആ സമയത്ത് ഏത് സിനിമയാണോ ടി വിയിൽ ഓടുന്നത് ആ സിനിമ കാണും. ഇപ്പൊ നിങ്ങൾക്ക് എന്നാ യൂട്യൂബിൽ എടുത്തു കഴിഞ്ഞാല് ടിവിയിൽ യൂട്യൂബിൽ കയറിയിട്ട് നാളെ വീഡിയോ നാളെ വരാം അങ്ങനെ കാണാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴല്ലേ കളിക്കുള്ളൂ. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കളിയാ. അതെല്ലാം കഴിഞ്ഞ് ചില സമയം നമ്മൾ അച്ഛന്മാരിൽ പണ്ട് കൃഷിയൊക്കെ ചെയ്യും. ഇങ്ങനെ ചെറിയ ചെറിയ കൃഷിയെല്ലാം ചെയ്യില്ലേ? അപ്പൊ അതിന്റെ വെള്ളം ഒഴിക്കലെല്ലാം നമ്മക്കായിരിക്കും. വെള്ളം ഒഴിക്കലെല്ലാം രാവിലെയും വെള്ളം ഒഴിക്കണം, വൈകുന്നേരം വെള്ളം ഒഴിക്കണം. അങ്ങനെയൊക്കെ. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചില്ലേ, നീ കൃഷി ഇപ്പൊ ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നോണ്ട് ഇപ്പൊ ഓനിപ്പോ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ ഓൻ ആ വൈകുന്നേരം എന്റെ മാമൻ ഏട്ടന്റെ അച്ഛനെ കണ്ടു പഠിച്ചതാണ്. അപ്പൊ ഒരു 5 മണിയാകുമ്പോ ഓൻ വെള്ളം നനക്കാൻ പോകും. ഇവരാണ്ട് ഇപ്പൊ ഇവിടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഷീട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എല്ലാം കളിച്ചിരിക്കും. അതല്ലെങ്കിൽ ഞാനുമായിട്ട് ഇങ്ങനെ ഗുസ്തി കളിക്കും. ഗുസ്തി മീൻസ് വെക്കട അവിടെ മറ്റേ ടീച്ചർ അവിടെ വെക്കടാ പണ്ട് അച്ഛമ്മ അമ്മമ്മമാരെല്ലാം പറയില്ലേ മതി കളിച്ചത്, അതേപോലെ മതിടാ നിർത്തടാ ആ ഒരു സംഭവം. അതാണ് ഞാനിവിടെ. ഇനിയിപ്പോ ഇവരിപ്പോ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇവനെ വീട്ടിലൊന്നും കിട്ടുമെന്നില്ല. ടെറസിൽ പോയി കളിക്കും. അങ്ങനെയല്ലേ ചെയ്യാ? ടെറസിൽ പോയി കളിക്കല്ലേ?
ടർഫിൽ പോയി കളിക്കും. ഈവൻ മീൻ പിടിക്കാൻ പോകുന്നത് നീ തന്നെയല്ലേ? വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമുണ്ട്, മീൻ പിടിക്കാൻ പോകും. ഇതൊക്കെയാണ് ഇവരെ ഹോബീസ്. ഇപ്പൊ അല്ലെങ്കിൽ ഇത് ഫോൺ തന്നെ മെയിനായിട്ട്. ഫോണിൽ പെസ് കളിക്കുക, പിന്നെ എന്നാടെ കളിക്കല് Free Fire. എന്തൊക്കെയാണ് അതെല്ലാം നമ്മളെ കാലഘട്ടത്തിൽ. ഞാനൊന്നും കളിച്ചിട്ടില്ല. ക്യാമറമാൻ പണ്ട് തൊട്ടേ ഗെയിമർ ആയതുകൊണ്ട് പലതും കളിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ ഒന്നും കളിച്ചിട്ടില്ല. നിങ്ങൾ മാത്രല്ലപ്പ, എല്ലാ വീട്ടിലും എല്ലാരും ഇതേപോലെ ഫോൺ കൊണ്ട് കളിക്കുന്നുണ്ടാവും. പക്ഷെ ഫോൺ കളിക്കുന്നത് തെറ്റാണെന്നൊന്നും പറയില്ല. കാരണം ഫോണിൽ തന്നെ നല്ല കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാ പുതിയ എല്ലാ കാര്യങ്ങളും ടെക്നോളജീസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്തായാലും നല്ലതാണ്. പക്ഷെ അത് മാത്രമായി പോയത്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും കളിക്കുക, അല്ലെങ്കിൽ വെക്കേഷൻ എന്തെങ്കിലും പഠിക്കാൻ പോവുക, ഒന്നുമില്ലെങ്കിൽ ഇതേപോലെ ഇരുന്ന് നമ്മളെല്ലാം പണ്ടെല്ലാം ചെയ്യുന്ന പോലെ ഇരുന്ന് എന്തെങ്കിലും ഏച്ചിന്റെ കാലം ഇപ്പൊ നീ ചോദിച്ചിട്ടില്ലേ, അതേപോലെ നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാർ പണ്ട് എന്തൊക്കെയാ അവരുടെ പ്രായത്തിൽ കളിച്ചുകൊണ്ടിരുന്നത്, എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കേട്ടിരിക്കാൻ അതൊരു രസമായിരിക്കും അല്ലേ? ഏച്ചിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്നാ തന്നെ ബോറടിച്ചിനാ? അങ്ങനെയും കളിച്ചിരുന്നല്ലേ എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചു? അതേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഫോൺ കഴിക്കുന്നത് ഫുള്ളായിട്ട് തെറ്റുന്നൊന്നും പറയുന്നില്ല. ഫോൺ കളിക്കുക തന്നെ വേണം. പക്ഷെങ്കിൽ അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണം, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? അതെനിക്കൊന്നും പറയാനില്ല. അപ്പൊ ശരി. അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ പറ? എന്താണ് ചെയ്യണ്ടേ? നാളെ നോക്കി പറ. ഓൻ കുറച്ച് നാണക്കാരനാണ്, ഓൻ പറയില്ല, നീ പറയടാ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ എല്ലാരും പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്യാം. ഓക്കെ, ബൈ.